വാർത്തകൾ വിശദമായി നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി അതീവ ഗൗരവമെന്ന വിലയിരുത്തി CPIM സെക്രട്ടേറിയറ്റ് കണക്ക് നോക്കി പോകുന്ന പതിവ് ശൈലി പോരെന്നാണ് അംഗങ്ങളുടെ അഭിപ്രായം. കീഴ്ഘടകങ്ങളിൽ നിന്നാണ് കാരണം അന്വേഷിക്കേണ്ടത്. പാളിച്ചകൾ തിരുത്തി തന്നെ മുന്നോട്ടു പോകണമെന്നും അഭിപ്രായമുയർന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന ചർച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായില്ല. ജനവികാരം തിരിച്ചറിയുന്നതിൽ സർക്കാരും നേതൃത്വവും പരാജയപ്പെട്ടെന്നാണ് സ്വയം വിമർശനം. പരാജയം വിലയിരുത്താനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 13 മണിക്കൂറാണ് നീണ്ടത്. വിവരങ്ങളുമായി അർജുനാണ് ചേർന്നത്. അർജുൻ, ഒരു അസാധാരണമായ ഒരു യോഗമായിരുന്നു 13 മണിക്കൂർ നീണ്ട യോഗം. ആ യോഗത്തിൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്താണ് വിശദാംശങ്ങൾ? അഞ്ജലി, രാവിലെ 10 മണിക്ക് ആരംഭിച്ച CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാത്രി 10 മണി വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ് അതിലെ അസാധാരണമായിട്ടുള്ള സാഹചര്യം. തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ആഴം എത്ര എന്ന് പാർട്ടി പരിശോധിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് ആ ചർച്ചയുടെ സമയം. സ്ഥിതി അതീവ ഗൗരവമാണെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നുണ്ട്. സാങ്കേതികമായ വിലയിരുത്തൽ മാത്രം പോരാ, പതിവ് രീതിയിൽ കണക്ക് നോക്കി പോകുന്ന ആ ശൈലി പറ്റില്ല എന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ നിലപാടെടുത്തു. കൃത്യമായി തെറ്റ് എന്താണ് എന്ന് തിരുത്തി കണ്ടെത്തി പോകണം എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം. കാരണങ്ങൾ അന്വേഷിക്കേണ്ടത് കീഴ്ഘടകങ്ങളിൽ നിന്നാണ് എന്ന് പറയുക വഴി CPIM അംഗങ്ങൾക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ വിയോജിപ്പുകളും വിമർശനങ്ങളും ഉണ്ട് എന്ന് അഭിപ്രായം ഉയർന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ബ്രാഞ്ച് തൊട്ട് അംഗങ്ങളെ കേൾക്കാൻ CPIM തീരുമാനിച്ചിട്ടുള്ളത്. മെയ് ജൂൺ മാസങ്ങളിൽ ബ്രാഞ്ച് തൊട്ട് ജില്ലാ കമ്മിറ്റി വരെയുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്ത് സഖാക്കൾക്ക്, പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് CPIM കേൾക്കും. മറയില്ലാതെ സംസാരിക്കാനും മുൻവിധിയില്ലാതെ കേൾക്കാനും തയ്യാറാകണമെന്ന് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. പാളിച്ചകൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. പാർട്ടി അടിത്തറ നഷ്ടമായ നിലയിലാണ് നിലവിലെ സാഹചര്യം. അണികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കടുത്ത വിമർശനം ഉണ്ടായിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് യോഗം കൂടിയാണ് കഴിഞ്ഞത്. അതിനുശേഷം CPIM ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. തോൽവി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്യും. താഴെത്തട്ട് മുതലുള്ള പാർട്ടി പ്രവർത്തകരെ കേൾക്കും. താഴെത്തട്ട് മുതൽ കേൾക്കുന്നതാണ് എന്നും പാർട്ടി സമീപനമെന്നും CPIMന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. CPIM എന്തായാലും ചെയ്യാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നത് കീഴ്ഘടകങ്ങളിൽ നിന്ന് തൊട്ട് പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് അതിൽ നിന്ന് തിരുത്തൽ വരുത്തുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ശരി അർജുൻ, ഒരുപാട് കാര്യങ്ങൾ ഇനി തീരുമാനമെടുക്കേണ്ടതുണ്ട്, വ്യക്തത വരാനുണ്ട്. വിവരങ്ങൾ നൽകിയത് അർജുനാണ്.